നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലോകായുക്തയ്ക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. താൻ കൊടുത്ത അഴിമതി കേസുകളിൽ മുഴുവൻ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ അത് പൂഴ്ത്തിവെച്ചു എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിച്ചത്. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി മാറി ന്യായാധിപന്മാർ എന്നും രൂക്ഷമായ ഭാഷയിൽ മുൻ പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചു. ജസ്റ്റിസ് മണികുമാറിന് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആക്കാൻ ആണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപന്മാർ മാറി, ലോകായുക്തയിൽ പോയിട്ടും ഒരു കാര്യവും ഇല്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അഴിമതി കേസുകൾ കോടതികൾ പൂഴ്ത്തിവെക്കുന്നുണ്ടോ എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടും രമേശ് ചെന്നിത്തലയുടെ വാക്കുകളും കേൾക്കാം. ആദ്യം AI ക്യാമറ വിവാദത്തിൽ പുറത്തുവിട്ട രേഖകളുമായി കോടതിയിൽ പോകുമോ എന്ന ചോദ്യത്തിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിവാദ പ്രസ്താവന. താൻ കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ, ബെബ്കോ അടക്കമുള്ള അഴിമതി കേസുകൾ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂഴ്ത്തിവെച്ചു. ജസ്റ്റിസ് മണികുമാറിനെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനാക്കാൻ സർക്കാർ തീരുമാനിച്ചെന്നും ചെന്നിത്തല. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. എല്ലാ കേസും ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന, അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപന്മാർ മാറി. കോടതി എന്തിനാണ് സമീപിക്കുന്നത്? കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. ലോകായുക്തയിൽ പോയിട്ട് കാര്യമൊന്നുമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം തന്നെ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് പ്രവർത്തകൻ, അതോടൊപ്പം തന്നെ അഭിഭാഷകനായ VP രാധാകൃഷ്ണനും എന്നോടൊപ്പം ചേരുന്നു. സ്പെഷ്യൽ എഡിഷൻ ഒരു ഇടവേളയ്ക്ക് ശേഷം. രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയ രൂക്ഷമായ പ്രതികരണത്തിൽ ആണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ മുന്നോട്ട് പോകുന്നത്. എന്നോടൊപ്പം ചേരുന്നു അതിഥികൾ BN ഹസ്കർ, നിരീക്ഷകൻ, ഒപ്പം തന്നെ നിജീഷ് അരവിന്ദ്, കോൺഗ്രസ് പ്രതിനിധി, ഒപ്പം VP രാധാകൃഷ്ണൻ, നിയമ വിദഗ്ധൻ. ആദ്യം ശ്രീ നിജീഷിലേക്ക്. നിജീഷ്, രമേശ് ചെന്നിത്തല കോടതികൾ അഴിമതിക്ക് വെഞ്ചാമരം വീശുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അഴിമതി തടയാൻ കോടതികൾ വഴി കഴിയില്ല എന്ന ഒരു ആശങ്കയാണോ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്, അതോ അത്തരം ഒരു ആരോപണമാണോ അദ്ദേഹം ഉന്നയിക്കുന്നത്? രമേശ് ചെന്നിത്തല ഇന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ വിശദീകരണം ഒരുപക്ഷെ അദ്ദേഹം തന്നെ തരുമായിരിക്കാം. മറ്റൊരു വശം, അദ്ദേഹം മുന്നോട്ട് വെച്ച കുറെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ, കേരളത്തിലെ അഴിമതിയുടെ രാഷ്ട്രീയത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരുപാട് ശ്രമങ്ങൾ, തെളിവുകൾ വെച്ച് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ നിർഭാഗ്യവശാൽ അത് എത്തേണ്ടിടത്ത് എത്താത്ത, അല്ലെങ്കിൽ കോടതിയിലൂടെ മുന്നോട്ട് പോവാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അത് നമുക്കറിയാം. സ്പ്രിംഗ്ലർ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഡാറ്റ തട്ടിപ്പ്. ആ തട്ടിപ്പ് കേസ് കോടതിയിലൂടെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് പോയില്ല. അപ്പൊ അദ്ദേഹം അത് ഇപ്പൊ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹം മുൻകൈയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ആരോപണങ്ങളൊക്കെ, അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു വൈകാരികമായി പറഞ്ഞതാണ്. നമ്മൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പിരിയുന്ന സുപ്രീം കോടതിയിൽ നിന്നും മറ്റു കോടതികളിൽ നിന്നൊക്കെ പിരിയുന്ന ആളുകൾ നേരെ ഗവർണർമാരാവുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ന് നമ്മുടെ ജുഡീഷ്യറിക്ക് വിശ്വാസ്യത ഒരല്പം പോയ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അമിത്ഷായുടെ അഭിഭാഷകനായിരുന്ന ആള് ജഡ്ജായി വരുന്ന ഒരു കാലഘട്ടം. അപ്പൊ അവർക്ക് രാഹുൽ ഗാന്ധിയുടെ കേസിന്റെ വിധി തന്നെ നമ്മൾക്കറിയാം. ജുഡീഷ്യറി എത്രത്തോളം കൈക്കലാക്കാനുള്ള ഒരു ശ്രമം ഭാരതീയ ജനതാ പാർട്ടി നടത്തിയത് നമ്മൾക്കറിയാം. അതുകൊണ്ട് അവരാരും വിമർശനത്തിന് അതീതരല്ല, മനുഷ്യരാണ് ഇവരൊക്കെ. അപ്പോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച തെളിവുകൾ സഹിതം മുന്നോട്ട് വെച്ച കേസുകൾ മുന്നോട്ട് പോവാതെ, അല്ലെങ്കിൽ എവിടെയോ അതിന് വ്യക്തിപരമായ ചില തടസ്സങ്ങളിലേക്ക് പോയ സമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. എന്ന് വെച്ച്
ഇന്ത്യയിലെ ജുഡീഷ്യറി മൊത്തമായി തകരാറിലായി, നമ്മൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നൊരു വേർഷൻ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തികച്ചും ഒരു വ്യക്തിയെ മാത്രം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇന്റർ കണക്ഷൻ കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ നാളുകളിലൊക്കെ പുറത്തു വന്നേക്കാം. ശ്രീ ഹസ്കർ, അങ്ങനെ വളരെ നിഷ്കളങ്കമായ ഒരു പ്രയോഗമായി അതിനെ സാധാരണ ജനം വായിച്ചെടുക്കുമോ? അഴിമതിയെ സംബന്ധിച്ച് കോടതികളിൽ പോയിട്ട് കാര്യമില്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹം അത് വെച്ച് വ്യക്തമാക്കുന്നത്? കോടതികളിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ആണോ അത്തരത്തിലൊരു ഒരു ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നത്? മനു, കേരളത്തിൻ്റെ സൂപ്പർ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല വളരെ അപകടം പിടിച്ച ചില പ്രസ്താവനകളാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നിയമം അറിയാഞ്ഞിട്ടല്ല, നിയമം അറിയാത്ത ആളുമല്ല. അപ്പോൾ സ്വാഭാവികമായും കോടതികളെ അപകീർത്തിപ്പെടുത്തുന്നത് കൃത്യമായി കോടതിയെ ലക്ഷ്യമാണെന്നുള്ളത് ബോധ്യമുള്ള വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. മാത്രമല്ല, ഇതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ന്യായാധിപന്മാരാകമാനം അഴിമതിക്ക് വെഞ്ചാമരം പിടിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ കോടതികളെ ആകമാനമാണ് അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത്. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് താൻ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ നിയമപരമായി നേരിടുന്നതിന് കോടതികളിൽ കൊടുത്തപ്പോൾ ആ കേസുകളൊന്നും പരിഗണിച്ചില്ല എന്നുള്ള ഒരു വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. നമുക്കറിയാം, ജഡ്ജിമാരല്ല കേസുകൾ ലിസ്റ്റ് ചെയ്യാറുള്ളത്. ഞങ്ങൾ അഭിഭാഷകർക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. ലിസ്റ്റ് ചെയ്യുന്ന കേസുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രജിസ്ട്രിക്കാണ്. ജഡ്ജിമാർ ആ കേസ് മുന്നിൽ വരുമ്പോൾ അതിൻ്റെ ആ കേസിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ കേൾക്കുക മാത്രമാണ്. രജിസ്ട്രിക്കാണ് പൂർണ്ണമായി അതിൻ്റെ ചുമതല. ഒരു കേസ് ലിസ്റ്റ് ചെയ്ത് വന്നില്ലെങ്കിൽ അഭിഭാഷകരായ ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് അതിന് നിയമപരമായി തന്നെ ചില മാർഗങ്ങളുണ്ട്. കോടതിയോട് മെൻഷൻ ചെയ്ത് ഇക്കാര്യം പറയാം, ഈ കേസ് ലിസ്റ്റ് ചെയ്ത് വരുന്നില്ല, ലിസ്റ്റ് ചെയ്ത് വരണം. മാത്രമല്ല, രജിസ്ട്രിക്ക് റിക്വസ്റ്റ് കൊടുത്താൽ തന്നെയും ആ കേസ് കൃത്യമായ ദിവസങ്ങളിൽ തന്നെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരാത്തത് ഒരു ചീഫ് ജസ്റ്റിസിന്റെ തെറ്റാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അടുത്ത ആക്ഷേപം എന്താ അദ്ദേഹം പറയുന്നത്? ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള ചീഫ് ജസ്റ്റിസിനെ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാക്കാൻ പോകുന്നു എന്നുള്ള ആക്ഷേപമാണ്. റിട്ടയർ ചെയ്തിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷന്മാരായി വരേണ്ടത് എന്നുള്ളതിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? പിന്നെ ലോകായുക്തക്കെതിരെയുള്ളതാണ്. ലോകായുക്ത ചില വിധികൾ പറയുന്നത്, ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ തങ്ങൾക്ക് രാഷ്ട്രീയപരമായ അനുകൂലമാകുമ്പോൾ അവരൊക്കെ നല്ല വ്യക്തികളും അവർക്കെതിരെ പറയുന്ന വിധികൾ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള വിധി വന്നില്ലെങ്കിൽ അത് മോശമാണ് എന്നുള്ള സാഹചര്യത്തിൽ പറയുന്നത് നിയമപരമായോ രാഷ്ട്രീയപരമായോ ധാർമ്മികപരമായോ ശരിയല്ല. അപ്പോൾ കൃത്യമായി ഇദ്ദേഹം വിവാദപരമായിട്ടുള്ളൊരു വിഷയം പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഒരു സൂപ്പർ പ്രതിപക്ഷ നേതാവ് ചമയുകയും പ്രവർത്തിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ്? ഇത് എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളും ചെയ്യുന്നതല്ലേ? ഇടതുപക്ഷത്തിൽ നിന്ന് ആളുകൾ ഇത്തരം വിമർശനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. BJP ഭരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് നിയമവിധികൾ അനുകൂലമല്ലാതാകുമ്പോൾ വളരെ ശക്തമായ രൂക്ഷമായ പ്രതികരണങ്ങളുമായി അവർ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷം അതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രമേശ് ചെന്നിത്തലയുടെ മാത്രം ഒരു പ്രതികരണമായി കാണേണ്ടതുണ്ടോ? അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയപരമായി നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം. ഒരു ന്യായാധിപനെ വ്യക്തിപരമായി ആക്രമിക്കുകയോ ന്യായാധിപ സ്ഥാപനങ്ങളെ ആക്രമിക്കപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ഇതൊരു പക്ഷേ ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവോ CPIMന്റെ നേതാവോ ഇത്തരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ മാധ്യമങ്ങളും കോൺഗ്രസും ഒക്കെ ഇതാ കോടതി അലക്ഷ്യ നടപടി പറഞ്ഞിരിക്കുന്നു, കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണം, അവരെ ശിക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള വാദമുകളായിട്ടാണല്ലോ വരാൻ പോകുന്നത്. ഇത് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി കോടതി അലക്ഷ്യമാണ്. ആ കോടതി അലക്ഷ്യം പറയുന്നതിന് ഇനി ഏത് ഉന്നതനായ രാഷ്ട്രീയ നേതാവാണെങ്കിലും അദ്ദേഹത്തിന് അവകാശമില്ല. ഒരു ജഡ്ജി ഒരു വിധി പറഞ്ഞാൽ ആ വിധിയെ വിമർശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു തരത്തിലും നമുക്ക് അഭിഭാഷകരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം, നിയമരംഗത്തുള്ളവർക്കറിയാം എങ്ങനെയാണ് ഒരു കേസ് ലിസ്റ്റ് ചെയ്ത് വരിക എന്നുള്ളത്. അപ്പോൾ ലിസ്റ്റ് ചെയ്തു വരാത്തത് ഏതോ വലിയ മഹാപരാധമായി ജഡ്ജി ചെയ്തിട്ടുള്ള പണിയാണ്, അത് അഴിമതിക്ക് വെഞ്ചാമരം പൂശുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ?
ഇപ്പൊ ഏതായാലും ഞാൻ ഒരു സെക്കൻഡ് ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഒരു അതിഥിയിലേക്ക് കൂടെ പോയിട്ട് ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ VP രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ VP രാധാകൃഷ്ണൻ, ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ ഈ രമേശ് ചെന്നിത്തലയുടെ ഈ പ്രയോഗം അത് ഏത് തരത്തിലാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകുന്നത്? അത് എങ്ങനെയാണ് അതിനെ കോടതി അല്ലെങ്കിൽ നിയമവശം അതിനെ വിശദീകരിക്കുന്നത്? നിർഭാഗ്യവശാൽ ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന അതിരുവിട്ടതാണ്. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടപടികൾ, കോടതി അലക്ഷ്യ നടപടികൾ വിളിച്ചു വരുത്താൻ പര്യാപ്തമായ ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് വിധിന്യായങ്ങളെ വിമർശിക്കാം, ഇഴകേറി വിമർശിക്കാം, അതിലുള്ള നമ്മുടെ തർക്കങ്ങൾ നമുക്ക് ഉന്നയിക്കാം, അത് പൊതുമണ്ഡലത്തിൽ വെക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ അതേസമയം ജഡ്ജിമാരെല്ലാവരും ഒരു തരത്തിലാണ് പെരുമാറുന്നത് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായി ഒരു ജഡ്ജിയെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്നത് തികച്ചും ഗൗരവതരമായ തെറ്റാണ്. അത് പ്രത്യേകിച്ചും ഒരു പൊതുപ്രവർത്തകൻ ചെയ്യുമ്പോൾ അവർ നൽകുന്ന മെസ്സേജ് സാധാരണക്കാരന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെതായ നിരാശകളോ പ്രശ്നങ്ങളോ ഉണ്ടാവാം. നിയമവുമായി അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി കോടതികളിൽ നിന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കോടതികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. ആ കോടതിയുടെ മുന്നിലുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും അനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമായിക്കൊള്ളണം എന്നില്ല കോടതിയിൽ നിന്നും വരുന്നത്. എങ്കിലും ഞാൻ പറയാം, ഇപ്പൊ ലോകായുക്തയെ സംബന്ധിച്ച് ഉണ്ടായ ആരോപണങ്ങൾ, അങ്ങനെയുള്ള ചില ആരോപണങ്ങളിൽ തീരെ കഴമ്പില്ല എന്ന് ഞാൻ പറയുന്നില്ല. ലോകായുക്ത ഒരു വർഷത്തോളം ഒരു കേസ് വാദം കേട്ടതിന് ശേഷം വിധി പറയാനായി വെക്കുകയും അങ്ങനെ വിധി പറഞ്ഞതിന് ശേഷം ആ വിധി തന്നെ ഒരു ഫൈനലായ ഒരു തീരുമാനമല്ലാതെ വീണ്ടും അത് ബാക്ക് ടു ദ കോർട്ട് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം പറയുക എന്നുള്ളതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്തരം വിധിന്യായങ്ങളെ നമുക്ക് വിമർശിക്കാം. പക്ഷേ ലോകായുക്തയിൽ പോയാലും ഹൈക്കോടതിയെ സമീപിച്ചാലും ഒന്നും ഇവിടെ സാധാരണക്കാരന് രക്ഷയില്ല, അല്ലെങ്കിൽ അഴിമതി കേസുകളിൽ ഒരു തീരുമാനവും എടുക്കില്ല, അത് ഗവൺമെന്റുമായി ഒത്തുകളിക്കുകയാണ് തുടങ്ങിയ അല്ലെങ്കിൽ ആ രീതിയിൽ പൊതുജനങ്ങൾ ചിന്തിക്കാൻ ഉതകുന്ന തരത്തിൽ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകർ പ്രസ്താവനകൾ ഇറക്കാൻ പാടില്ല. ഇതിനൊരു പരിധിവരെ ഞാൻ പറയുന്നത് കോടതികളും ഉത്തരവാദിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഉചിതമായ നടപടികൾ കോടതികൾ സ്വീകരിക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം, ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട MLA KT ജലീൽ വളരെ പേഴ്സണലായി തന്നെ ആരോപണങ്ങൾ തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉന്നയിക്കുകയുണ്ടായി, പേര് പറഞ്ഞുകൊണ്ട് തന്നെ. ആ നടപടിക്കെതിരെ അന്ന് ന്യൂസ് 18 ചർച്ചയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ലോകായുക്ത ആക്ടിൽ തന്നെ പ്രൊവിഷൻ ഉണ്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്. ലോകായുക്തക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നടപടി എടുക്കണമെന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം നടപടി ഉണ്ടായില്ല. ആ നടപടി എടുക്കാതിരിക്കുക എന്നുള്ള ഒരു കാരണമാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ തുടർന്നും മുന്നിലേക്ക് വരാനുള്ള കാരണം എന്ത് പറഞ്ഞാലും നമുക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മളോട് ആരും ചോദിക്കാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഇത്തരം ആരോപണങ്ങൾ വരും. ഇപ്പം ലോകായുക്തക്കെതിരെ മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കെതിരെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ കൂടിയാണ് ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. അതില് ഇപ്പൊ പറഞ്ഞല്ലോ, കോടതിയിൽ ലിസ്റ്റ് ചെയ്യുന്ന കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ. കോടതിയിൽ ഒരു കേസ് തീരുമാനമെടുക്കാൻ വേണ്ടി പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കോടതിയിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാം. അസ്കർ ഇവിടെ പറഞ്ഞതുപോലെ കോടതിയിൽ അതിന് വേണ്ട ഹർജികൾ കൊടുക്കാം. ഇനി ആ കോടതി ആ ഹർജികൾ അനുവദിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നില്ല എങ്കിൽ അതിന് മുകളിലുള്ള കോടതിയിൽ പോകാം. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയെ പോലുള്ള ഉന്നതനായ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം കോടതികളിൽ സമീപിക്കുക, ഉന്നതമായ കോടതികളെ സമീപിക്കുക എന്നുള്ളത് വളരെ വിഷമമേറിയ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നും എനിക്കറിയാം. അതുകൊണ്ട് അത്തരം ഒരു റെമഡിക്ക് വേണ്ടി പോവാതെ നമ്മുടെ കോടതിക്കെതിരെ എങ്ങനെ ബ്ലേറ്റന്റ് ആയി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും ഉദ്ദേശിക്കാതെയാണെങ്കിലും തെറ്റ് തന്നെയാണ്. അതിൽ നിന്നും അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു വികാര തള്ളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന പൊതുപ്രവർത്തകർ ഇത്തരം ആരോപണങ്ങൾ പറയുമ്പോൾ പൊതുജനങ്ങൾക്കാണ് നഷ്ടം, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അവസാന അത്താണിയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. അതിന് എന്തെല്ലാം പരിമിതികൾ ഉണ്ടെങ്കിലും ആ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ലാതെ അതിനെ തകർക്കുക എന്നുള്ളത്
ആ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനോ വളർത്താനോ സഹായിക്കില്ല. ഈ കാര്യം ഉത്തരവാദപ്പെട്ട എല്ലാവരും ഓർമ്മിക്കേണ്ടതാണ്. അതിനനുസരിച്ചുള്ള തന്നെയായിരിക്കണം നമ്മൾ കോടതിയെ സംബന്ധിച്ച് പ്രതികരിക്കുമ്പോൾ. ശ്രീ വി പി രാധാകൃഷ്ണൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ നിജേഷ്, ഇപ്പോൾ ഈ രണ്ട് അഭിഭാഷകരും നമ്മളോട് പറയുന്നു ഇത് ക്ലിയർ കേസ് ഓഫ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണെന്നാണ്. കോടതി അലക്ഷ്യമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിർവ്യാജ്യമായ ഒരു ഖേദം അദ്ദേഹം പ്രകടിപ്പിക്കാതിരുന്നാൽ അദ്ദേഹം കോടതിയിൽ നിന്നുള്ള നടപടികൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകുമെന്നാണ്. അങ്ങനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് മാറും രമേശ് ചെന്നിത്തല എന്ന് കരുതേണ്ടതുണ്ടോ? അല്ല, അവിടെ അതിന് മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒരു ഉന്നതനായ നേതാവാണ്. അതിന് അദ്ദേഹം പൂർണ്ണമായ മറുപടി പറഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ ഇതിന്റെ പൊതുവായ വിഷയങ്ങളിലേക്ക് വെക്കുന്ന സമയത്ത് സാധാരണക്കാരന് നീതി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇല്ല എന്നുള്ളതിന് മുൻതൂക്കം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായ രാഷ്ട്രീയ നേതാവ് സാധാരണക്കാരന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ ലോകായുക്തയുടെ കാര്യം തന്നെ ശ്രീ രാധാകൃഷ്ണൻ വക്കീൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ലോകായുക്ത ഒരു കേസ് മുഴുവൻ കേട്ട് നീണ്ട കാലം അത് ദീർഘിപ്പിച്ച് അത് വിധി പറയുന്ന ദിവസം കേരളം മുഴുവൻ വിധിക്ക് കാത്തു നിൽക്കുന്നു. വിധി കാത്തു നിൽക്കുന്ന സമയത്ത് പറയുന്ന ഇല്ല അത് എടുക്കണമോ എന്ന് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കണം എന്ന് ലോകായുക്ത പറയുന്നു. ആ ലോകായുക്ത 2 ആഴ്ച കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ സൽക്കാരത്തിൽ ഇതിന് പോകുന്നു. അതിനുശേഷം അവർ തന്നെ ഒരു പരസ്യ പ്രസ്താവന ഇറക്കുന്നു. അവരുടെ നില തന്നെ താഴോട്ട് പോകുന്ന അല്ലെ അവരുടെ നിലവാരത്തെ സ്വയം താഴ്ത്തുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അല്ല, പക്ഷെ അതിന് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഏതെങ്കിലും കോടതികളിൽ ഉണ്ടെങ്കിൽ അതിന് നിയമപരമായി തന്നെ വഴികളുണ്ട്. അത് ഇങ്ങനെ പരസ്യമായി തെരുവിൽ നിന്ന് കോടതിയെ അധിക്ഷേപിക്കുന്ന രീതി ശരിയല്ല. അത് രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾക്ക് യോജിച്ചതല്ല എന്നതാണ് പൊതുവായി പറയുന്നത്. അപ്പോൾ അത് അല്ല, അത് എത്രമാത്രം ശരിയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കോടതിയിൽ നിന്നൊരു വീഴ്ചയുണ്ടായാൽ മേൽക്കോടതിയെ സമീപിക്കാനോ ഒക്കെ കഴിവുള്ള ഒരാളാണ്. അതിനപ്പുറത്ത് നിന്ന് കോടതിയിൽ പോയി ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ കോടതികളെ പൂർണ്ണമായി അടിച്ചാക്ഷേപിക്കുന്ന ഒരു തരത്തിലേക്കല്ലേ അദ്ദേഹം നീങ്ങുന്നത്? ഇന്ത്യയുടെ ഭരണഘടനയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടനയിൽ ഒന്നാണ് നമ്മുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ ആ ഭരണഘടനയും ചീത്തയാകും എന്ന് പറയുന്ന ഒരു വാക്യം അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് സമാനമായ വിധികളാണ് വരുന്നത്. ഇപ്പൊ നരേഗാവിലെ 21 കൊല്ലം നീണ്ടുനിന്ന കോടതി ഉത്തരവ് സാക്ഷികൾ വളരെ കൃത്യമായി പറയുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഇവരാണ് ചെയ്തത് എന്ന് പറയുന്നു. കേരളം, ഇന്ത്യ രാജ്യം മുഴുവൻ അത് കാത്തിരിക്കുന്നു. ആളുകള് ഒരു വീടിനകത്ത് വെച്ച് കൊന്ന് ചുട്ടരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാവരും പറയുന്നു. സാക്ഷിയുടെ വീട് ആക്രമിക്കുന്നു. ആ കോടതിക്കകത്ത് സംഭവിച്ചതെന്താണ്? സാക്ഷി പറഞ്ഞവനും വാദിയും കോടതിയുടെ പിറകിലൂടെ പോവേണ്ടി വരുന്നു. പ്രതികളും പ്രതിയുടെ ബന്ധുക്കളും കോടതിയെ വളയുന്നു. അവർക്ക് വലിയ സ്വീകരണം കൊടുക്കുന്നു. സാക്ഷി പറഞ്ഞവൻ പിറകിലൂടെ പോവേണ്ടി വരുന്നു. ഇന്ത്യയുടെ കോടതിക്കകത്താണ് സംഭവിച്ചത്. 21 കൊല്ലമാണ് ആ കേസ് നീണ്ടു നിൽക്കുന്നത്. 21 കൊല്ലം വൈകി കിട്ടുന്ന നീതി അനീതിക്ക് തുല്യമാണ്. ഇവിടെ നീതിയല്ല കിട്ടിയത്, അനീതി തന്നെയാണ് കിട്ടിയത്. കേരളത്തെ, ഇന്ത്യ രാജ്യത്തെ ജനത മുഴുവൻ കാത്തിരിക്കുന്നു. പ്രതികൾ ആഹ്ലാദ ചിത്തരായിക്കൊണ്ട് പുറത്തു വരികയും സാക്ഷി ഒളിച്ചോടുകയും ചെയ്തു. സാക്ഷിയുടെ വീട് കത്തിക്കുന്നു. കേസില്ല, നടപടിയില്ല. നമ്മൾ അവസാനത്തെ അത്താണിയായി കാണുന്ന ഒരു കോടതിക്കകത്തു നിന്ന് ഈ തരത്തിൽ വിധി വരുന്ന സമയത്ത് സ്വാഭാവികമായി രാഷ്ട്രീയക്കാർ പ്രതികരിച്ചു പോകും. അതാണ് ഇപ്പൊ ലാവ്ലിൻ കേസ് 33ാമത്തെ തവണയാണ് മാറ്റിവെക്കുന്നത്. എത്ര തവണ ഇന്ത്യയുടെ ഉന്നത നീതിപീഠം ഒരു കേസ് മാറ്റിവെക്കുന്നു? ഇത് കാത്തിരിക്കുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കേസ് 33 തവണ 7 വർഷം നീണ്ടു നിൽക്കുമ്പോൾ എവിടെയാണ് നീതി ലഭിക്കുക? അങ്ങനെയുള്ള കേസുകൾക്കകത്ത് അദ്ദേഹം വൈകാരികമായി പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ വിശദീകരണം തികച്ചും വ്യക്തിപരമായിട്ട് നിൽക്കുക. പക്ഷെ പൊതുവിഷയങ്ങളിൽ പൊതുവായി സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ കോടതി നടപടികളിൽ പൗരന് സംശയം തോന്നുന്ന ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ന്യായാധിപന്മാർ തന്നെയാണ് ഉത്തരവാദി. സമാനമായ കാര്യങ്ങളിൽ ന്യായാധിപന്മാർ തമ്മിലുള്ള ഡിബേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. അവർ തന്നെ പറഞ്ഞത് കണ്ടിട്ടുണ്ട്. അവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് നാളെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ വരണം എന്ന് ഹസ്കർ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ചീഫ് ജസ്റ്റിസിന് റിസർവ് ചെയ്ത സീറ്റാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ വരാനുള്ള കുറുക്കു വഴികൾ തേടിയിട്ടുണ്ട്, വ്യക്തി എന്ന നിലയ്ക്ക് തേടിയിട്ടുണ്ട് എങ്കിൽ അത് പൊതുസമൂഹം ചർച്ച ചെയ്യും. ആ ചർച്ച കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ എല്ലാവരും ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ ഒരു തുടക്കം മാത്രമായിരിക്കും ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലൂടെ കടന്നു വന്നത് എന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ കോടതി അല്ലെങ്കിൽ കേരളത്തിലെ കോടതി ഭരണഘടന മൊത്തം മോശമാണ്, തകരാറിലാണ് എന്ന അഭിപ്രായക്കാരെയല്ല ഞങ്ങൾ. പക്ഷെ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വവും പൊതുപ്രവർത്തകർക്കുണ്ട്. ഒരുപക്ഷെ കൂടുതൽ അലേർട്ട് ആയിക്കൊണ്ട് കേരളത്തിലെ കോടതികൾ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അസ്കർ, അതാണ് ഈ കോടതികളാണ് അന്തിമമായി ആളുകൾക്കുള്ള ഒരു അവസരം.
ഈ അഴിമതി പോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു സർക്കാരിനെതിരെ നീങ്ങാൻ ഒക്കെ ഉള്ള ഏക പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, വേദി എന്ന് പറയുന്നത് കോടതിയാണ്. അവിടെ നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് ആളുകൾക്കുള്ളത്. അപ്പോൾ കോടതികൾ നമ്മുടെ നിയമ സംവിധാനം അത്ര കണ്ട് കാര്യപ്രാപ്തമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ട കേന്ദ്രങ്ങൾ കൂടിയാണ്. അവിടെ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണമാണ് അതിന് അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്നാണ് നിജേഷ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തല അദ്ദേഹം നിയമ പോരാട്ടങ്ങൾ നടത്തുന്നു, അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് കോടതിയിലൂടെ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റി, ഇതിൻ്റെ ലീഗാലിറ്റി ഒക്കെ മാറ്റിവെക്കുമ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് എന്തോ ഒരു രമേശ് ചെന്നിത്തല പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മനു, അതിനകത്ത് കണ്ടത് ഒരു ലിറ്റിഗന്റ് പറയുന്ന വാക്കുകളെ പോലെ അല്ല ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ഉത്തരവാദിത്വപ്പെട്ട ഒരു മുൻ പ്രതിപക്ഷ നേതാവും മന്ത്രിയും നിരവധി വർഷങ്ങളായി MLA-ക്കുമായി ആയിട്ടിരിക്കുന്ന ഒരാൾ പറയേണ്ടത്. ഒരു ലിറ്റിഗന്റ് പറഞ്ഞാൽ ആ ലിറ്റിഗന്റിന്റെ അജ്ഞത കൊണ്ട് തൻ്റെ കേസ് തോൽക്കുമ്പോൾ സ്വാഭാവികം ഞങ്ങൾ വക്കീലന്മാരും കക്ഷികളും ഒക്കെ പലപ്പോഴും ഞങ്ങളുടെ കേസുകൾ തോൽക്കുമ്പോൾ അത് വിധി പറഞ്ഞ ജഡ്ജിയെ പടിചാരി വർത്തമാനം പറയാറുണ്ട്. പലപ്പോഴും അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിധിയുടെ ക്രക്സിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു ജഡ്ജ്മെന്റിലേക്ക് ഒരു ന്യായാധിപൻ എത്തുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആ ന്യായാധിപൻ തൻ്റെ മുന്നിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് വിധി പറയുന്നത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വിധിയിൽ പിശകുണ്ട് എങ്കിൽ അതിന് അപ്പീൽ കോടതികളുണ്ടല്ലോ. അപ്പീൽ കോടതികളിലേക്ക് പോകാനുള്ള അവസരവും ഉണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഭരണ സംവിധാനം ഭരണഘടനാപരമായി നമുക്ക് നൽകിയിട്ടുള്ള ചില അവകാശങ്ങളാണ് അതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ചെയ്യാം. മാത്രമല്ല, ജഡ്ജസിനെ ന്യായാധിപന്മാരെ ആകമാനം ആക്ഷേപിക്കുന്ന തരത്തിൽ അവരെല്ലാം അഴിമതിക്ക് വെഞ്ചാമരം വീശുന്നവരാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അധംപതിക്കുക എന്ന് പറയുന്നാൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഒട്ടും ചേർന്നല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ള ചില വിധികൾ, ആ വിധികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിട്ടുള്ള വിധി, അമിത്ഷായുടെ വക്കീലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കേസു കേട്ട ജഡ്ജി, അതുകൊണ്ട് വിധി നമുക്ക് മോശമായി പോയി, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നതിനുള്ള അവകാശം കോൺഗ്രസിനുണ്ട്. അത് നമ്മുടെ ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് അതങ്ങനെ പറയാൻ സാധിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ പോലും നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ഒരു MP ആയിരുന്ന വ്യക്തിയെ രാജിവെപ്പിച്ച് ന്യായാധിപനാക്കി തനിക്ക് അനുകൂലമായി വിധി നേടിയിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം. ഇന്ത്യയുടെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് കോടതികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അവർ അന്ന് ചെയ്തു വെച്ചിരുന്ന ഒരു കീഴ്വഴക്കം ഇപ്പോൾ ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ട്. BJP സംഘപരിവാർ ഈ പറയുന്ന ന്യായാധിപന്മാരെ ആകമാനം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നു എന്ന വിമർശനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി പറയാറുള്ളത്, വിരമിച്ച ന്യായാധിപന്മാരെ ഒരു തരത്തിലുമുള്ള പോസ്റ്റുകളിലേക്ക് പിന്നീട് പരിഗണിക്കുന്നത് ശരിയല്ല. അത് അവർ കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ വിധേയത്വം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ ന്യായാധിപന്മാരും അഴിമതിക്ക് വെഞ്ചാമരം വീശുന്നവരാണ് എന്നിങ്ങനെ പരത്തി പറയുക എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തെ, ജുഡീഷ്യൽ സിസ്റ്റത്തെ ആകമാനം അപമാനിക്കലാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അത് കൃത്യമായി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അതുകൊണ്ട് നിജേഷ് അടിയന്തരമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ അപകീർത്തികരമായിട്ടുള്ള പരാമർശം അദ്ദേഹം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയാണ് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത്. കാരണം അദ്ദേഹത്തെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൽ നിന്ന് ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളല്ല അത്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവന പിൻവലിക്കണം. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ലോകായുക്ത ഒരു കൊല്ലം ഒരു കേസിനെ സംബന്ധിച്ച് ആ കേസിന്മേൽ അടയിരുന്നു എന്നുള്ളതൊരു ആക്ഷേപം നമുക്കുണ്ട്. നമുക്കറിയാം, സുപ്രീം കോടതി തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഒരു കേസ് ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ വിധി പറയണം. പക്ഷെ അത്തരത്തിൽ വിധി പറയാതിരുന്നാൽ എന്തുകൊണ്ട് കക്ഷിക്ക് ഹൈക്കോടതിയെ സമീപിക്കാമായിരുന്നല്ലോ? ഹൈക്കോടതിയെ സമീപിച്ച് സമയബന്ധിതമായ ആ കേസ് വിധി പറയണം എന്നൊരു ഉത്തരവ് മേടിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലും ഹൈക്കോടതിയെ സമീപിച്ചതായി നാം കാണുന്നില്ല. വിധി വരുമ്പോൾ വിധി തങ്ങൾക്കെതിരെ. മാത്രമല്ല, ലോകായുക്തയിൽ ശശികുമാർ സാർ കൊടുത്തിട്ടുള്ള കേസിനെ സംബന്ധിച്ച് വളരെ പരിഹാസമാണ്. കാര്യം ആ കേസിനെ സംബന്ധിച്ച് ഇപ്പോ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ എടുത്ത തീരുമാനത്തെ ചൊല്ലിയാണ്
ആക്രമണവുമായി അല്ലെങ്കിൽ ലോകായുക്തക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലോകായുക്ത നിയമത്തിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. പലപ്പോഴും ആ പരിമിതികളെ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള അമെൻമെന്റുകളിലേക്കും അതിന് ഉപോത്ബലമാകുന്ന ചർച്ചകളുമാണ് നമുക്ക് വേണ്ടത്. ലോകായുക്ത ആക്ടിലെ വലിയൊരു പരിമിതി എന്ന് പറയുന്നത് സമയബന്ധിതമായി ഒരു കേസ് തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആക്ടിലോ റൂൾസിലോ നിലവിലില്ല. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾക്കുള്ളിൽ അത് പൂർത്തീകരിച്ച് വാദം പറഞ്ഞ് അതിനൊരു വിധി പറയുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സെക്ഷൻ അല്ലെ ഒരു വകുപ്പ് കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും ലോകായുക്തയ്ക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ലോകായുക്ത അല്ലല്ലോ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ സ്വാഭാവികമായി നിയമനിർമ്മാണ സഭകൾ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം, വൈകിയിട്ടില്ല, ഇനിയെങ്കിലും അങ്ങനെ ഒരു തീരുമാനം അമെൻമെന്റുകൾ ഉണ്ടാക്കി അത്തരത്തിൽ സമയബന്ധിതമായി കേസുകൾ തീർക്കും. മാത്രമല്ല രാജ്യത്തിൻ്റെ കേസുകൾ കെട്ടിക്കിടക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട്. ലോവർ ജുഡീഷ്യറിയിലും അപ്പർ ജുഡീഷ്യറിയിലും ധാരാളം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൻ്റെതായ കാരണമുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ലാവ്ലിൻ കേസ് മാത്രമല്ല 35 തവണയോ മാറ്റിവെക്കപ്പെടുള്ളൂ. അതിനേക്കാൾ എത്രയോ അധികം തവണ മാറ്റിവെച്ച നിരവധി കേസുകൾ വ്യക്തിപരമായി തന്നെ എനിക്കറിയാവുന്നതാണ്. സുപ്രീം കോടതി അങ്ങനെ മാറ്റിവെക്കുന്നതിന് ഇപ്പോൾ അത് ലാവ്ലിൻ കേസിനെ സംബന്ധിച്ച് നിരവധി കക്ഷികളുണ്ട്, അവരുടെ അഭിഭാഷകരുണ്ട്. ആ അഭിഭാഷകരിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി സമയക്കുറവുണ്ട്, അതുകൊണ്ട് മറ്റൊരു ദിവസം ഇത് കേൾക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അക്കാര്യത്തിൽ കോടതിക്ക് മാറ്റിവിടാം? മാത്രമല്ല ഏറ്റവും ഒടുവിലായിട്ട് മാറ്റിവെക്കുന്ന സാഹചര്യം ജസ്റ്റിസ് CT രവികുമാർ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന സമയത്താണ് ഇതിൽ വിധി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അപ്പീലിന്മേൽ ഞാൻ തന്നെ വിധി പറയുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അതിപ്പോൾ വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ജസ്റ്റിസ് CT രവികുമാറുമായി വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള സുപ്രീം കോടതി വന്നിട്ടുള്ള മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്കാണ് വരുന്നത്. സ്വാഭാവിക അദ്ദേഹം പിൻവാങ്ങുന്നതിന് അദ്ദേഹം ശ്രമിച്ചു. വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമാണ്. കാരണം അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ അങ്ങനെ വിവാദങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിൻവാങ്ങി എന്നുള്ളത് കൊണ്ടൊരു വലിയ അപരാധമായി, അതൊരു വലിയ തെറ്റായി നമുക്കങ്ങനെ ചിത്രീകരിക്കാനാവില്ല. മാത്രമല്ല നമ്മുടെ സിസ്റ്റത്തെ അപമാനിക്കുന്ന തരത്തിൽ, ജുഡീഷ്യൽ സിസ്റ്റത്തെ അപമാനിക്കുന്ന തരത്തിൽ ഉള്ള പ്രസ്താവനകൾ കഴിവതും മാറ്റിവെക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവണം. അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നതിന് അപകടകരമായി ഉന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ജുഡീഷ്യൽ സിസ്റ്റം ചെയ്യേണ്ടത് ഇത്തരത്തിൽ പ്രസ്താവനകളോ തങ്ങൾക്ക് അപകീർത്തികരമായി വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ കൃത്യമായി നല്ലൊരു ചെറിയ നിയമമാണെങ്കിലും വളരെ ശക്തമായ നിയമം നമ്മുടെ മുന്നിലുണ്ട്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട്. ആ നിയമപ്രകാരം നടപടിയെടുത്ത് ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ തുറങ്കലിൽ അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് നിജേഷ് ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യകരമായ ചർച്ച കഴിഞ്ഞാൽ ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഈ പ്രസ്താവനയെ നടത്തിയതിൽ നിന്ന് നിർവ്യാജം ഖേദിക്കാൻ പറയണം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹം കടുത്ത നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ ഒക്കെ അവസ്ഥ വന്നുകൂടായില്ല. ഏതായാലും ഞാൻ അതിലേക്ക് വരാം. ശ്രീ അസ്കർ, ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഒരു ചെറിയ ഇടവേളയിലേക്ക് സ്പെഷ്യൽ എഡിഷൻ നീങ്ങുന്നു. അതിനുശേഷം പെട്ടെന്ന് മടങ്ങി വരാം. സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. നിജേഷ് അരവിന്ദിലേക്ക്. നിജേഷ്, ഒരുപക്ഷെ താങ്കൾ അസ്കർ പറഞ്ഞത് കേട്ടിരിക്കും. എത്രയും പെട്ടെന്ന് ഈ ചർച്ച കഴിഞ്ഞാൽ ഉടനെ രമേശ് ചെന്നിത്തലയെ വിളിച്ച് നിരുപാധികം മാപ്പ് പറയാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഹസ്കർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇതൊരു രീതിയല്ല, കോടതികളെ വിമർശിക്കേണ്ട രീതിയേ ഇതല്ല. നീതിന്യായ വ്യവസ്ഥയിൽ ഇത് ഒരിക്കലും അത് ശക്തിപ്പെടുത്തുന്നതിന് ഇത് ഗുണകരമാകില്ല, മാത്രമല്ല ദുർബലപ്പെടുത്തുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഇനി കോൺഗ്രസിന് മുന്നിലുള്ള വഴി? ഈ പ്രശ്നം ഇതേപോലെ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിലെ മറ്റു നേതാക്കളും തയ്യാറാകുമോ? അതോ ഈ ചർച്ച കഴിഞ്ഞ ഉടനെ തന്നെ രമേശ് ചെന്നിത്തലയെ വിളിച്ചത് മാപ്പ് പറയേണ്ട രീതി ഉപദേശിക്കേണ്ട സാഹചര്യമുണ്ടോ നിജേഷ്? രമേശ് ചെന്നിത്തല കേരളത്തിലെ ഉന്നതരായ നേതാക്കളുടെ പട്ടികയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നിയമ കാര്യങ്ങളെ പറ്റി വ്യക്തവും കൃത്യവുമായ ധാരണ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹത്തിന് നിയമ ഉപദേശകരും ഉണ്ടാവും. എന്തായാലും അദ്ദേഹം അവരിൽ നിന്ന് നിയമ ഉപദേശം എടുക്കാനാണ് കൂടുതൽ സാധ്യത. ഏതായാലും അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട്, ആ നിലപാട് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. പക്ഷെ അതിന്റെ ആ കണ്ടന്റിൽ നിന്ന് ഞങ്ങൾ വിട്ടു പോവാൻ തയ്യാറല്ല. ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയെ, ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരന്റെ അത്താണിയായ കോടതിയെ ഇല്ലായ്മ ചെയ്യാൻ ഏതെങ്കിലും ചില വ്യക്തികൾ ചേർന്നാൽ അവർ വിമർശനത്തിന് അതീതരാണ് എന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല. ഉന്നതമായ സർക്കാർ
പോസ്റ്റുകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴിയായിക്കൊണ്ട് കോടതിയെ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ ശക്തമായ ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. കാരണം സമീപകാല ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഹസ്കർ സൂചിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ ഗതി വരും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പ്രിയപ്പെട്ട ഹസ്കർ വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്, രാഹുൽ ഗാന്ധി ചാലഞ്ച് ചെയ്യുകയാണ് ആ കോടതി വിധിയെ. ഞങ്ങൾ ആ ഗതിയെ ഞങ്ങൾ അങ്ങനെ ഒരു പരഗതിയായി കാണുന്നില്ല. ആ ഗതിയെ പൊളിറ്റിക്കൽ ആയിക്കൊണ്ട് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കേണ്ട, അതായത് നിയമപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിനകത്തെ എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയവൽക്കരിച്ചത് എന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം വരും. അതുകൊണ്ടാണ് പറയുന്നത് ഗുജറാത്തിൽ നടന്ന കലാപത്തെ മാന്യവൽക്കരിക്കാനുള്ള, അല്ലെങ്കിൽ കലാപമാണ് ശരി എന്ന് വെക്കാനുള്ള കോടതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ, നിയമത്തിന് അതീതമായി ചെയ്യുന്ന കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾക്കറിയാം, അവിടെ ഒരു ബലാത്സംഗ കേസിലെ പ്രതികളെ ഇറക്കി കൊണ്ടുവരുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. നിയമത്തിന് ഒരിക്കലും യോജിച്ചതല്ലാത്ത രീതിയിൽ ജീവപര്യന്ത തടവുകാരെ, ബലാത്സംഗ കേസിൽ തടവുകാരെ വിട്ടയക്കാൻ പാടില്ല എന്ന നിയമം ഉള്ള സമയത്ത് അവിടെ വിട്ടയച്ചു. ആ വിട്ടയച്ച ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ സംഘപരിവാർ ശക്തികൾ പൂജയുമായി പുഷ്പവൃഷ്ടിയുമായി കാത്തിരിക്കുന്നു. അത് ശരിയാണ്, അത് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിർവാഹമില്ല. അത് വിമർശിച്ചേ മതിയാകൂ. ആ വിമർശനം തന്നെയാണ് ഞങ്ങൾ ഇവിടെയും ഉന്നയിക്കുന്നത്. ഇവിടെ നേരത്തെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന അഴിമതി കഥകളെ സ്ലോ ചെയ്യിച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ട ആളുകൾക്ക് സർക്കാർ തലത്തിൽ പുതിയ പോസ്റ്റുകൾ വരുമ്പോൾ അതിനെ വിമർശിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത്. ഇന്നല്ലെങ്കിൽ നാളെ അത് ആവർത്തിക്കാൻ പാടില്ല. ഇന്നലെ ആരെങ്കിലും ചെയ്തു വെച്ചത് ആവർത്തിക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഈ നാട്ടിലെ ഭരണ സംവിധാനത്തെ, കോടതി സംവിധാനത്തെ, നിയമ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ ആഗ്രഹത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ ആഗ്രഹത്തിന് അനുകൂലമായി ഇന്ത്യൻ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ അസ്കർ, ആ മറുപടി തൃപ്തികരമാണോ? ഇത് രാജ്യമെമ്പാടും നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്നു. മറ്റുള്ളിടത്തെല്ലാം BJP സർക്കാരുകളെയാണ് അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടതെങ്കിൽ ഇവിടെ ഇടത് സർക്കാരിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതാണ് ഒരു പക്ഷേ നിജേഷ് പറഞ്ഞു വെക്കുന്നത്. നിജേഷ്, ഞാൻ മനുവിനെ നിജേഷ് ഞാൻ പറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയോട് ഉപദേശിക്കുക എന്നുള്ളതല്ല. ഇതിൽ നിയമപരമായ ഒരു വലിയ അപകടം മുന്നിൽ നിൽക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ രാജ്യത്തെ കോടതികളെ കാവ്യവൽക്കരിക്കുന്നു എന്ന രാഷ്ട്രീയ അജണ്ട ഉയർത്തിക്കൊണ്ട് സമരം നടത്തുന്നതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം, ഒരു സംശയമില്ല. പലപ്പോഴും പല വിധി പ്രസ്താവനകളെ സംബന്ധിച്ചും ഞങ്ങൾക്കും ഒക്കെ തന്നെ അത്തരത്തിൽ തോന്നിയിട്ടുണ്ട്. കാരണം പണ്ട് ബാബരി മസ്ജിദ് പൊളിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിന്റെ സൗത്ത് ബ്ലോക്കിൽ നിഷ്ക്രിയനായിരുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരനായിരുന്ന ശ്രീ നരസിംഹ റാവു ആയിരുന്നു. മാത്രമല്ല, അതിന്റെ വിധി വരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വിധി വരികയും ആ വിധി പറഞ്ഞ ബെഞ്ചിലുണ്ടായിരുന്ന ജഡ്ജിയെ പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ ഗവർണറാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ 4 ജഡ്ജിമാർ കോടതി നടക്കുന്ന വേളയിൽ പുറത്തിറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തിയ രാജ്യവുമാണ് ഇന്ത്യ. അതിൽ ഒരു ജഡ്ജി പിന്നീട് ചീഫ് ജസ്റ്റിസ് ആവുകയും അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയും നമുക്കങ്ങനെ വിസ്മരിച്ചു കളയാനാവില്ല. അതൊക്കെ വസ്തുതകൾ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, റിട്ടയർ ചെയ്തിട്ടുള്ള ജഡ്ജിമാർക്ക് മറ്റൊരു തരത്തിലുമുള്ള പോസ്റ്റിംഗ്, അത് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാജ്യസഭയിലോ പാർലമെന്റിലോ നിയമസഭയിലോ ഒക്കെ വരുന്നതിൻ്റെ ഒരു തടസ്സമില്ല. പക്ഷേ മറ്റൊരു തരത്തിലുള്ള പോസ്റ്റുകളും ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നതിനുള്ള പോസ്റ്റുകൾ നൽകരുത്, ഗവർണർമാർ ആക്കരുത് എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് നമ്മുടെ രാജ്യം ചിന്തിച്ചേ മതിയാവും. അത്തരത്തിലൊരു ജനവികാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് കോൺഗ്രസ് നടത്തുന്ന സമരത്തിന് സർവാത്മന പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും, ഒരു സംശയമുണ്ട്. പക്ഷേ ജഡ്ജിമാരാകമാനം അഴിമതിക്ക് വെഞ്ചാമരം പിടിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് 20 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അസ്കർ ഉദ്ദേശിക്കുന്നത് BJP ഭരിക്കുന്നിടത്ത് അവർ ഇത്തരം പ്രതികരണങ്ങൾ നടത്തിക്കോട്ടെ, ഇടത് സർക്കാരുകൾ ഉള്ളിടത്ത് അത് വേണ്ട, അതിന് റോളില്ല, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ കഴമ്പില്ല എന്ന തരത്തിലാണോ? അങ്ങനെയല്ല, ഒരിക്കലില്ല. ജസ്റ്റിസ് ബറൂച്ച്, ഞാനതാ പറഞ്ഞു വന്നത്, 20 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ജസ്റ്റിസ് ബറൂച്ച ഇന്ത്യയിലെ ന്യായാധിപന്മാരിൽ 20% അഴിമതിക്കാരാണെന്ന് തുറന്നു പറഞ്ഞത്. അപ്പോൾ അത് കേട്ടതിന് ശേഷവും ഇപ്പോഴും
നമുക്കറിയാം ന്യായാധിപന്മാരില്ല, അവരൊക്കെ മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അഴിമതിയോ അത്തരത്തിൽ സ്വജനപക്ഷപാതമോ ഒക്കെ കാണിക്കുന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് അവരെ തെറ്റു പറയാനാവില്ല. കാരണം അവർ വ്യക്തികളാണല്ലോ, നമുക്കെല്ലാം മനുഷ്യർക്കും വ്യക്തിപരമായ തെറ്റുകൾ പറ്റാം. പക്ഷേ എത്രയോ നല്ല ന്യായാധിപന്മാർ കേരളത്തിലുണ്ട്. അപ്പോൾ ആ കേരളത്തിലുള്ള എത്രയോ സത്യസന്ധരും നിഷ്കളങ്കരും നീതിമാന്മാരുമായിട്ടുള്ള ന്യായാധിപന്മാർ കേരളത്തിലെ ജുഡീഷ്യറിയിലുണ്ട്. അവരെ ആകമാനം കൂടിയാണ് അപമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ജഡ്ജി ഏതെങ്കിലും തരത്തിലൊരു പിശക് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് നിയമപരമായ മാർഗമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിയമം അറിയുന്ന അല്ലെങ്കിൽ നിയമമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിമർശനം അല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജുഡീഷ്യറി ആകെ അപമാനിക്കലാണ്, അപകീർത്തിപ്പെടുത്തലാണ്. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. മാത്രമല്ല, ഇപ്പോൾ ലോകായുക്തയെ സംബന്ധിച്ച് ലോകായുക്തയുടെ ഇനിയിപ്പോൾ നാളെ ലോകായുക്ത പറയുകയാണ് കേരളത്തിലെ ആ ക്യാബിനറ്റ് എടുത്ത തീരുമാനം തെറ്റാണ്. ക്യാബിനറ്റ് എടുക്കുന്ന ഡിസിഷൻസിന്മേൽ ലോകായുക്തയ്ക്ക് ഒരു തരത്തിലും അധികാരമില്ല, നിയമപരമായ അധികാരമില്ല, ആക്ടിലും ഇല്ല, റൂൾസിലും ഇല്ല. പിന്നെ അത്തരത്തിലൊരു പരാതി പരിഗണിച്ചതിന് ശേഷം മന്ത്രിമാരെന്തെങ്കിലും നെപ്പോട്ടിസമോ അല്ലെങ്കിൽ കറപ്ഷനോ കാണിച്ചാൽ അത് പരിഗണിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ട്. പക്ഷെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്ത തീരുമാനത്തിന്മേലാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. മാത്രമല്ല, അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ്. ആ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള തീരുമാനത്തിന് ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല. ജസ്റ്റിസ് സിറി ജോസഫിൻ്റെതായിട്ടുള്ള തന്നെ ഒരു വലിയ വിധി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിന്നുണ്ട്, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിട്ടുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സംബന്ധിച്ച്. അതിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ഭാരവാഹികൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പിശകുകൾ പരിശോധിച്ച് ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ജസ്റ്റിസ് സിറി ജോസഫിൻ്റെ വിധി തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ആ പശ്ചാത്തലം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകായുക്തയെ നിങ്ങളിങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ലോകായുക്തയെ വിമർശിക്കുന്നതിന് അല്ലെങ്കിൽ ലോകായുക്ത ചെയ്തിട്ടുള്ള പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന വേദി ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ പോവുക. ഹൈക്കോടതിയിൽ പോയിട്ടും നടക്കുന്നില്ല എങ്കിൽ സുപ്രീം കോടതി പോകാലോ. കോൺഗ്രസിന് എന്താ സുപ്രീം കോടതിയിൽ അഭിഭാഷകർ ഇല്ലാഞ്ഞിട്ടാണോ? ശ്രീ രമേശ് ചെന്നിത്തല ദീർഘകാലം ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഇപ്പോഴും ദില്ലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അവിടെ അഭിഭാഷകനെ കൊണ്ടുവന്ന കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ പെരുമാറുന്നു എന്നൊരു പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞിരുന്നു എങ്കിൽ അതിന് അന്തസ്സുണ്ടായിരുന്നു, അതിന് രാഷ്ട്രീയമായ ഒരു സത്യസന്ധതയുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ സത്യസന്ധതയും ഇല്ലാത്ത വെറും വിമർശനമായി ഇതിനെ കാണാൻ കഴിയില്ല. നമുക്ക് വാക്കബദ്ധമായി പോലും ഇതിനെ കാണാൻ കഴിയില്ല. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറ്റുന്നത് വാക്കുപിഴകൾ വരാറുണ്ട്. ആ വാക്ക് പിഴവയായി പോലും കരുതി കൂട്ടി തയ്യാറെടുത്ത് നടത്തിയിട്ടുള്ള വിമർശനം, ആ വിമർശനം എന്ന് പറയുന്നത് കൃത്യമായി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ആ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം നിരുപാധികം ഈ ഘട്ടത്തിൽ മാപ്പ് പറയണം. കാരണം കേരളത്തിലെ ന്യായാധിപന്മാരൊന്നും ഞങ്ങളുടെ ഇടതുപക്ഷക്കാരല്ലല്ലോ. ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റോ നിയമിച്ചിട്ടുള്ള ന്യായാധിപന്മാരല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. കേരളത്തിലെ ഹൈക്കോടതികളിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതിന് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. സംസ്ഥാന സർക്കാരല്ലല്ലോ ഒരിക്കലും നിയമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിമർശനം ഒട്ടും ശരിയല്ല. ആ വിമർശനത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങണം. അദ്ദേഹം നിരുപാധികം മാപ്പ് പറയണം. അല്ലെങ്കിൽ അദ്ദേഹം കടുത്ത നിയമ നടപടികളെ പ്രതീക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പലരും കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ വേദനാജനകമായിട്ടുള്ള സാഹചര്യം. ഞങ്ങളൊക്കെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ തന്നെ വളരെ വേദനയുണ്ടാക്കുന്ന സംഭവമാണ് കേരളത്തിലെ കാര്യം ഞങ്ങൾക്ക് വളരെ പല ന്യായാധിപന്മാരെയും വ്യക്തിപരമായി അറിയാവുന്നവരാണ്. കേരളത്തിലെ ന്യായാധിപന്മാരൊന്നും അങ്ങനെ അഴിമതിക്കാരെന്നല്ല. മറ്റ് സംസ്ഥാനങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, അത് BJP ഭരിക്കുന്നതോ കോൺഗ്രസ് ഭരിക്കുന്നതോ അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്നതോ കൊണ്ടല്ല. കേരളത്തിന്റെ സാഹചര്യം വിശിഷ്യ വ്യത്യസ്തമാണ്. കേരളത്തിലെ നിയമ സംവിധാനത്തിൽ കൃത്യമായ കരുതലോടുകൂടി പ്രവർത്തിക്കുന്ന ന്യായാധിപനാണ് ലോവർ ജുഡീഷ്യറി മുതൽ അപ്പർ ജുഡീഷ്യറി വരെയുള്ളത്. അപ്പൊ അവരെയൊക്കെ അങ്ങ് കയറി ഞരങ്ങിക്കളയാമെന്നാണ് ആഗ്രഹമെങ്കിൽ അത് ശരിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊരു പിശകായി കാണാൻ പോലും ഞാൻ തയ്യാറല്ല. വളരെ കൃത്യമായി അദ്ദേഹം കോടതിയെ അപമാനിച്ചിരിക്കുകയാണ്, അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് പിൻവലിക്കാതിരിക്കുക. അദ്ദേഹം വലിയ കൊമ്പൻ നിയമോപദേശകരെ കൊണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം അപകടത്തിലേക്കാണ് പോകുന്നത്. എത്ര കൊമ്പന്മാരായിട്ടുള്ള ആളുകൾ വന്ന് നിരന്നു നിന്ന് വാദം പറഞ്ഞാലും ഇതിൽ ഒരു തരത്തിലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇല്ല എന്ന് കണ്ടെത്താൻ ഏതൊരു മിനിമം യോഗ്യതയുള്ള മൊഫുസിൽ കോടതികളിൽ പോലും പ്രാക്ടീസ് ചെയ്യുന്ന സാധാരണ വക്കീലന്മാർക്ക് പോലും മനസ്സിലാവും ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണ്. അപ്പൊ അങ്ങനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാവും അങ്ങനെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല.
അദ്ദേഹത്തെ പോലൊരു വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവിൽ നിന്ന് ഇത് കേൾക്കാനല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ സ്വഭാവമായി വരികയാണ്. കേരളത്തിലെ ഒരു വിധി തങ്ങൾക്കെതിരായി വന്നു കഴിഞ്ഞാൽ ആ ന്യായാധിപന്മാരെ അങ്ങ് പരസ്യമായി ആക്രമിക്കുകയാണ്. അതൊരു ശരിയായ നടപടിയല്ല. അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റുകളെ വിമർശിക്കുന്നേ, ജസ്റ്റിസ് സിറി ജോസഫിൻ്റെതായിട്ടില്ലാലും ഹാറൂൺ അൽ റഷീദിൻ്റെതായിട്ടുള്ളതാണെങ്കിലും അവരുടെ വിധികളെ നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമുക്ക് ജനാധിപത്യം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപരന്റെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളൂ. ആ മൂക്കിനപ്പുറത്തേക്ക് മൂക്കിന്റെ തുമ്പ് വരെയുള്ള ഒരു അധികാരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആണുള്ളത് എന്നാണ് അസ്കർ പറയുന്നത്. ഏതായാലും ഇവിടെ ഈ ലോകായുക്തയുടെ കാര്യത്തിൽ ആക്ടിലോ റൂളിലോ ഇല്ലാത്ത ഒരു കാര്യം, അതായത് ക്യാബിനറ്റിന്റെ ഡിസിഷനെ ഓവർ റൂൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ പരിശോധിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ലോകായുക്തയ്ക്കില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കഴമ്പില്ലാത്ത കേസുകളുമായി കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് അനുകൂലമല്ലാത്ത വിധികൾ കിട്ടുകയും ചെയ്തത്, അല്ലെങ്കിൽ അതിൽ ഈ പാകപ്പിഴകളൊക്കെ ഉണ്ടാകുകയും ചെയ്തത് എന്നൊക്കെയുള്ള തരത്തിലാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു മാറ്റത്തിൽ? ഇനി എന്താണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം ഈ വിഷയത്തിൽ? ലോകായുക്ത കേസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വെള്ളം പോലെ തെളിഞ്ഞേക്കല്ലേ. അത് കേസെടുത്ത് വിധി പറയാൻ വേണ്ടി 1 വർഷക്കാലം നീണ്ടു നിന്നു. ആ വിധി പറയേണ്ട ഘട്ടത്തിൽ വിധി വരുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന സമയത്താണ് അതിനിടയ്ക്ക് ലോകായുക്തയുടെ ചിറകരിയാനുള്ള ശ്രമം ഗവൺമെന്റ് ഭാഗത്തുണ്ടായി. എന്നാൽ വിധി പറയാൻ ഇരിക്കുന്ന ദിവസമാണ്, വിധി കേൾക്കാനിരിക്കുന്ന സമയത്താണ് ഇതൊന്നുകൂടി ഇത് വിചാരണ നേരിടേണ്ടതാണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കണം എന്നൊരു ഒരു ജഡ്ജി പറഞ്ഞാൽ ആ ജഡ്ജി വിമർശനത്തിന് അതീതമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇത് ശ്രീ അസ്കർ പറഞ്ഞ ആക്ടും റൂളും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇത് എടുത്തതും ഈ കേസ് എടുത്തതും കേസ് വിചാരണ നേരിട്ടതും ഒക്കെ. അദ്ദേഹത്തിന് ആദ്യമേ പറഞ്ഞത് ഞങ്ങൾ എടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പറയുന്നു. അത് അവസാനിപ്പിക്കുന്ന പരം വാദം കേട്ട് വിധി പറയാൻ വേണ്ടി വെച്ചിട്ട് വിധിന്യായം 1 വർഷക്കാലം നീട്ടിവെച്ച് വിധി പറയുന്ന ദിവസം വീണ്ടും റിവേഴ്സ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി കേരളത്തിലെ പൗരന് തോന്നുന്ന ഒരു മിനിമം സാധനം മാത്രമാണ്, മിനിമം കാര്യം മാത്രമാണ് ഞങ്ങളൊക്കെ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ജഡ്ജിമാർ വിമർശനത്തിന് അതീതരാണ്, അതുകൊണ്ട് ഇന്ത്യയുടെ ജുഡീഷ്യൽ തകർന്നു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ജഡ്ജിയെ വിമർശിച്ച ആളുകൾ ആദ്യമായിട്ടൊന്നുമല്ല. കേരളത്തിലെ ഒരു ഹൈക്കോടതി ജസ്റ്റിസിന്റെ ശവമഞ്ചമുണ്ടാക്കി കടൽ. ഞാൻ നിജീഷിലേക്ക് തിരിച്ചു വരാം. ശ്രീ വി പി രാധാകൃഷ്ണൻ, ഇതാണ് ഒരു വലിയ വിഷയം. സർക്കാരിനെ അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പിന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പല പോസ്റ്റുകളും നമ്മുടെ സംവിധാനത്തിനകത്തുണ്ട്. മുന്നോട്ട് വെച്ച കാര്യങ്ങളെ അദ്ദേഹം ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ടുണ്ട്, ചന്ദ്രനെ നോക്കി കൈ ചൂണ്ടിയിട്ടുണ്ട്. അദ്ദേഹം കൈക്ക് നേരെ ശ്രീ രാധാകൃഷ്ണൻ, ഇത്തരത്തിൽ ആളുകളെ പോസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് ഉണ്ട്. പക്ഷെ അതിന് കോടതികളിൽ നിന്നുള്ള ഉന്നതരായ ന്യായാധിപന്മാർ നിന്നുകൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ലീഗൽ ഫ്രട്ടേണിറ്റിക്ക് അകത്തുണ്ടോ? ഇവിടെ രസകരമായ ഒരു കാര്യം, ഒരു സംവിധാനം ഇപ്പൊ നമ്മുടെ ലോകായുക്തയാണെങ്കിലും അതുപോലുള്ള സംവിധാനങ്ങളാണെങ്കിലും മനുഷ്യാവകാശമാണെങ്കിലും ഇതിലെല്ലാം റിട്ടയർഡ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത് അതാത് സ്റ്റാറ്റ്യൂട്ടുകളിലാണ്, അതാത് നിയമങ്ങളിലാണ്. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ രാജ്യത്തെ ലെജിസ്ലേച്ചറും പാർലമെന്റ് തന്നെയാണ്. പാർലമെന്റും നമ്മുടെ നിയമസഭയും ഒക്കെ തന്നെയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നിയമങ്ങൾ പാസ്സാക്കുന്ന സമയത്ത് ഇതിൽ റിട്ടയർഡ് ജഡ്ജിമാരെ വെക്കണം എന്ന് എഴുതി ചേർക്കുകയും അതിനുശേഷം അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ ഇരട്ടത്താപ്പാണ്, ജനങ്ങളെ പറ്റിക്കലാണ്. അതെല്ലാം ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പാസ്സാക്കിയ നിയമങ്ങളിലും CPM ഭരിക്കുന്ന സമയത്ത്, ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പാസ്സാക്കിയ നിയമങ്ങളിലും BJP ഭരിക്കുന്ന സമയത്ത് പാസ്സാക്കിയ നിയമങ്ങളിലും എല്ലാം ഈ റിട്ടയർഡ് ജഡ്ജിമാർക്ക് പ്രോമിനൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായ ചില ന്യായങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു നിയമം ഉള്ള സമയത്ത്, അതായത് അതുപോലുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതിനെതിരെ ഒരു ബാറില്ല, അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് നിയമപ്രകാരമാണ്. അപ്പൊ അതിനെ പിന്നെ ഇവര് തന്നെ ചോദ്യം ചെയ്യുന്നതിന് എന്താ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് നിയമസഭയിലും പാർലമെന്റിലും ഇതുപോലുള്ള റിട്ടയർഡ് ആയ ആളുകളെ അപ്പോയിന്റ് ചെയ്യരുത് എന്ന് അതാത് നിയമങ്ങൾ വരേണ്ടതാണ്. ഏതായാലും വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലോകായുക്തയ്ക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല തന്റെ വിമർശനങ്ങൾ തൊടുത്തുവിട്ടത്. വരും ദിവസങ്ങളിൽ ഈ വിവാദം തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സ്പെഷ്യൽ എഡിഷൻ ഇവിടെ സമാപിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന അതിഥികൾ ശ്രീ BN ഭാസ്കർ, ഒപ്പം നിജീഷ് അരവിന്ദ്, അതോടൊപ്പം തന്നെ ശ്രീ രാധാകൃഷ്ണൻ. എല്ലാവർക്കും നന്ദി.